ഇനി ഞാൻ നിങ്ങളോട് പറയണത് നമ്മൾ പൊതുവായി ഇപ്പം സ്ത്രീകൾക്ക് വിശേഷിച്ച് വളരെ ഗൗരവമായി വരുന്ന ഒരു വിഷയം ഹിമോഗ്ലോബിൻ്റെ കുറവ്, രക്തക്ഷയം. ഇത് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന അനവധി കേസുകൾ, പ്രത്യേകിച്ചിട്ട് സ്ത്രീകൾക്കുള്ള ആർത്തവ കാലതാമസം കൃത്യമായി വന്നുകൊണ്ടിരുന്ന ആർത്തവങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാം പരിശോധിച്ച് നോക്കുമ്പോഴും അവർക്ക് ഹിമോഗ്ലോബിന് ചില ആളുകൾക്കൊക്കെ 7 താഴേക്ക് പോകാൻ തുടങ്ങി. മുമ്പ് ഒരു 8, 9 വന്നിരുന്നാണ് 10 വരെ എത്തുന്നുണ്ട്, 12 മുകളിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ വരുന്നതിന് ഒരു പ്രയോഗം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ചോദിച്ചപ്പം അവർ തമിഴ്നാട്ടിൽ തൃച്ചിയിലുള്ളായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അവരോട് ഞാൻ രഹസ്യമാക്കിയിട്ട് വച്ചിരിക്കുന്നത്, നിങ്ങളത് ചെയ്തതിന് ശേഷം വിവരം പറയാൻ പറഞ്ഞു. ഇത് വളരെ ആധികാരികമായി എനിക്ക് വന്ന ഒരു നിർദ്ദേശമാണ്. അതായത് ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ ഈ നാട്ടുവൈദ്യത്തോടുണ്ടാവുന്ന പ്രതിപത്തി, സ്നേഹം, അതിനോടുള്ള ആദരവ്, അതിനെക്കുറിച്ച് അദ്ദേഹം വലിയൊരു മേട്ടനോട് നേരിട്ട് ഫോൺ ചെയ്ത് സംസാരിക്കാൻ. അദ്ദേഹം വലിയൊരു കോർപ്പറേറ്റ് കമ്പനികളുടെ ലീഗൽ അഡ്വൈസറാണ്. അബുദാബിയിലാണ് ഉള്ളത്. അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, നമുക്ക് ഔഷധസസ്യ ഗവേഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു സൊസൈറ്റി ഉണ്ടാക്കണം ഇതിൽ. അപ്പോൾ ഇതിന് മുന്നിൽ നിന്നാൽ ഞങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ചൂണ്ടിക്കാണിച്ചാൽ മതി, ഞങ്ങൾ എത്ര കാശ് മുടക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. എൻ്റെ അടുത്ത് ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, നമുക്കതിന് പദ്ധതി ആവിഷ്കരിക്കാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥലം ആലപ്പുഴയിലാണ് എന്നുള്ളൊരു ഡ്രോബാക്ക് ഉണ്ട്. പക്ഷെ നമ്മളിൽ പല ആളുകൾക്കും ഔഷധസസ്യം നടാൻ പറ്റുന്ന സ്ഥല സൗകര്യമുണ്ട്. അവർ മുന്നിട്ടിറങ്ങണം. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് ഞാൻ വ്യതിചരിച്ചല്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാവിന് 25 വർഷം മുമ്പ്, 30 വർഷം മുമ്പായൊക്കെ അദ്ദേഹത്തിൻ്റെ മാതാവിനൊരു ബ്ലഡ് ക്യാൻസർ വരികയും അതിന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർമാർ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു, ഏതാനും ആഴ്ചകൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ചികിത്സാ പദ്ധതി തന്നെ ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു നാട്ടുവൈദ്യത്തിൻ്റെ അടുത്ത് പോയി എന്നുള്ള പറയുന്നത്. എന്നിട്ട് അങ്ങനെ ഈ മാതാവ് കുറേ കാലം ഇന്നും അടുത്ത കാലം വരെ ജീവിച്ചിരുന്നത്രേ. എന്നിട്ട് ഈ മാതാവിന് ഗുരുതരമായി വന്നിരിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ ലെവല് 5, 6 വരെ എത്തിത്രേ. അങ്ങനെ വന്നപ്പോൾ ഈ വൈദ്യൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തത്ര. അദ്ദേഹം പക്ഷേ ഈ വൈദ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. മുത്തിളിൻ്റെ ഇല എടുക്കാനാണ് പറഞ്ഞത്. മുത്തിളിൻ്റെ ഇലയും അതൊരു 7 14 അങ്ങോട്ട് തോന്നുന്നു. നമുക്കൊരു 14 എടുക്കാം. ഈ ഒരു മുത്തിൾ 14 ഇല പച്ചപ്പാലിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ പച്ചപ്പാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് പാസ്ചറൈസ്ഡ് മിൽക്ക് എടുക്കാം. അതായത് പാല് കാച്ചണ്ട അവർ പാസ്ചറൈസ്ഡ് മിൽക്ക് ഇപ്പോൾ നമുക്ക് കിട്ടും. മിൽമയുടെയോ നന്ദിനിയുടെയോ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ അവരൊക്കെ ഉണ്ട്, കർണാടകയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു 300 മില്ലി പാലെടുക്കാം. വേണ്ട, ഒരു 250 മില്ലി ആയിക്കോട്ടെ. നമുക്കൊരു പാക്കറ്റ് പാലിനെ നമുക്ക് 2 ദിവസം ഉപയോഗിക്കാമല്ലോ. 14 മുത്തിളിൻ്റെ ഇല, 250 മില്ലി പാല്. അദ്ദേഹം പറഞ്ഞതൊരു 4 ഈത്തപ്പഴം എന്ന് പറഞ്ഞു. നമുക്കതൊരു 7 ആക്കാം. 7 നല്ല സംഖ്യയാണ്. 7, 14, 21, 41, 61, 101. ഇത് ആയുർവേദ ആചാര്യന്മാർ ഇങ്ങനെ ഒരു ഔഷധം പറയുമ്പോൾ 7, 14 അങ്ങനെ പോവുക. അപ്പോൾ നമ്മൾക്ക് 7 ഈത്തപ്പഴം എടുത്തു. ഇത് അരച്ചിട്ട് കുടിക്കാനാണ് പറഞ്ഞത്, കാലത്ത് വെറും വയറ്റിൽ. ഇദ്ദേഹം പറയുകയുണ്ടായി, 4 ദിവസം കഴിച്ചപ്പോഴേക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ശാസ്ത്രലോകത്തിന് അപ്പുറത്ത് നിൽക്കുന്ന പല മിറക്കിൾ ട്രീറ്റ്മെൻറ്റും നാട്ടുവൈദ്യത്തിലുണ്ട് എന്ന്. ഇദ്ദേഹം പറഞ്ഞ് 12, 13 കുതിച്ച് ചാടിയത്ര ഇദ്ദേഹത്തിൻ്റെ അമ്മ. ഡോക്ടർമാർ ഇവർക്ക് പ്ലേറ്റ്ലെറ്റ് കയറ്റാനോ മറ്റുള്ള പദ്ധതികളോ ആകെ അങ്കലാപ്പിൽ കിടക്കുന്ന സമയത്താണ് ഈ ഒരു ചികിത്സ ആ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് നാട്ടുവൈദ്യ അറിവ് ദൈവികമാണ് എന്നാണ് ഇയാൾ പറയുന്നത്. ദൈവികം എന്ന വാക്കാണ് പറഞ്ഞത്. കാരണം സത്യം പറഞ്ഞു, ശാസ്ത്രീയമായി പരിശോധിച്ചാൽ അതിനൊരു സാധ്യതയില്ല. അപ്പം നാട്ടുവൈദ്യന്മാർ പല ആളുകളും പറയുന്നത് അവർ മാജിക്കുകാരാണെന്ന് പറയുന്നുണ്ട്. നാട്ടുവൈദ്യന്മാർ പല കൂടോത്രക്കാരാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മോഡേൺ മെഡിസിൻസ് എപ്പോഴും നാട്ടുവൈദ്യത്തിനോട് അവർക്ക് അവിശ്വസനീയമായി തോന്നുന്നുണ്ട്. അവർ പറഞ്ഞ ജനങ്ങളെ എന്തോ വല്ല മയക്കുമരുന്ന് കൊടുക്കുകയാണോ, എന്തോ ഇവർ മന്ത്രവാദം ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതാണ് നാട്ടുവൈദ്യത്തിൻ്റെ
മാഹാത്മ്യം, മാഹാത്മ്യം, മാഹാത്മ്യം. ആ വാക്കിൻ്റെ ഒരു അത്യുന്നതമായൊരു വചനമാണ് മാഹാത്മ്യം. ഈ മാഹാത്മ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ പ്രയോഗം ചെയ്യുക. ചെയ്തതിൻ്റെ ഫലം നിങ്ങളിൽ ആരൊക്കെ ഉണ്ടാവും എനിക്ക് പറഞ്ഞില്ല. എനിക്കിത് ആധികാരികമായി ഇതിൻ്റെ ശാസ്ത്രീയമായ പഠനം നടത്തിയതിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ദോഷകരമായ ഒരു വസ്തുക്കളും ഞാൻ ചേർത്തില്ല. വേറൊരു അഡീഷണൽ എനിക്ക് പലതും പറയാനുണ്ട്, പക്ഷേ ഒന്നും വേണ്ട. മുത്തുകൾ എന്താണ് ഇതിന് ഫലം ചെയ്തത് നമുക്കറിയണം. നമുക്ക് മുത്തുകൾ കൊണ്ട് ഒരു കളി കളിക്കാം. മുത്തുകളും ഈത്തപ്പഴവും മറക്കരുത്. ഹീമോഗ്ലോബിൻ 7 മുത്തുകൾ, 7 മുത്തലിന് പകരം 14 മുത്തലിൻ്റെ ഇല എടുക്കാം നമുക്ക്. മുത്തൽ 14 ഇല, 7 ഈത്തപ്പഴം, 250 മില്ലി പശുവും പാല് അരക്കുന്നു, കാലത്ത് വെറുമായിട്ട് കുടിക്കുന്നു. എനിക്ക് ഈ വിവരം ഒരു 14 ദിവസം നിങ്ങളിത് ചെയ്തിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. എന്താണ് ഇതിന് ഫലം നമുക്ക് പഠിക്കണം. നമസ്കാരം. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസയോടുകൂടി എല്ലാ ശിഷ്യന്മാരും ഇത് പിൻപറ്റും കേട്ടോ. ഈ കാലത്ത് ഈ ഒരു അറിവും കൊണ്ട് വന്ന എന്നെ നിങ്ങൾ, ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ സ്വീകരിച്ചാലും